1209 ബെൽജിയത്തെ ലീജിലും 1263 ഇറ്റലിയിലെ ബോൾസാനയിലുമാണ് ഈ രണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നത്. ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാളിൻ്റെ ചരിത്രം തിരുസഭയിൽ ആരംഭിക്കുന്നത് വിശുദ്ധ ജൂലിയാന എന്ന കന്യാസ്ത്രീയിലൂടെയാണ്. തൻ്റെ കോൺവെൻറ്റിൻ്റെ ചാപ്പലിൽ ദിവ്യകാരുണ്യ സന്ദർശനം നടക്കുന്ന വേളയിൽ 1208 സിസ്റ്റർ ജൂലിയാനയ്ക്ക് ഒരു ദർശനമുണ്ടായി. പൂർണ്ണചന്ദ്രൻ്റെ ഒരു ഭാഗം കറുത്ത് ഇരുണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവൾക്ക് ഒരശരീരി ഉണ്ടായി. ചന്ദ്രൻ സഭയെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും ചന്ദ്രനിലെ കറുത്തു ഇരുണ്ടിരിക്കുന്ന ഭാഗം കുർബാനയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസം സഭയുടെ കലണ്ടറിൽ നിന്നും നഷ്ടമായിരിക്കുന്നുവെന്നുമാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്ത 20 വർഷത്തേക്ക് സിസ്റ്റർ ജൂലിയാനയ്ക്ക് ഈ ദർശനം യാതൊരു വ്യത്യാസവുമില്ലാതെ കാണപ്പെട്ടു. സിസ്റ്റർ ജൂലിയാന ഈ ദർശനത്തെക്കുറിച്ച് തൻ്റെ കുമ്പസാരക്കാരനോട് പറഞ്ഞു. അദ്ദേഹം വഴി അന്ന് ലീജിലെ ബിഷപ്പായിരുന്ന റോബർട്ടിനെയും ആർച്ച് ഡീക്കനായിരുന്ന ജാക്വസിനെയും വിവരമറിയിച്ചു. നിരവധി പഠനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും വെളിച്ചത്തിൽ 1246 തൻ്റെ രൂപതയിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാൻ ലീജിലെ മെത്രാൻ കൽപ്പനയിട്ടു. 1249 ജൂൺ 5 പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആദ്യമായി അദ്ദേഹം തൻ്റെ രൂപതയിൽ കൊണ്ടാടുകയും ചെയ്തു. ഒരു ജർമ്മൻ പുരോഹിതനായ പ്രാഗിലെ ഫാദർ പീറ്റർ റോം തീർത്ഥാടനത്തിനിടെ ബോൾസാനയിലെത്തി. അദ്ദേഹം ഒരു നല്ല പുരോഹിതനായിരുന്നുവെങ്കിലും തിരുവോസ്തിയിലെ യേശു സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു. ബോൾസാനയിൽ വിശുദ്ധ ക്രിസ്റ്റീനയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ അദ്ദേഹം ബലിയർപ്പിക്കുകയായിരുന്നു. ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ തിരുവോസ്തിയിലെ യേശു സാന്നിധ്യത്തെക്കുറിച്ചുള്ള സംശയം അദ്ദേഹത്തിലുണ്ടായി. എങ്കിലും അദ്ദേഹം ദിവ്യബലി തുടർന്നു. അദ്ദേഹം കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച ശേഷം തിരുവോസ്തി ജനങ്ങൾക്ക് നേരെ ഉയർത്തി. തത്സമയം ആ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ഫാദർ പീറ്ററിൻ്റെ കൈകളിലൂടെ തിരുരക്തം അൾത്താരയിലേക്ക് ഇറ്റിറ്റു വീണു. തിരുരക്തം ഒളിപ്പിക്കാൻ ഫാദർ പീറ്റർ കഴിയുന്നത്ര ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. ദേവാലയത്തിലുണ്ടായിരുന്നവരെല്ലാം ഈ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടു. ഫാദർ പീറ്റർ ദിവ്യബലി നിർത്തിവെച്ചു. ഫാദർ പീറ്ററിൽ നിന്നും ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയ ഉർബൻ പാപ്പ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ ആ അത്ഭുത തിരുവോസ്തിയും തിരുരക്തം വീണ അൾത്താരവിരിയും തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കത്തീഡ്രലിൽ അവ പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിച്ചു. ഈ സമയം സിസ്റ്റർ ജൂലിയാന തന്നോട് പറഞ്ഞ ദർശനത്തിൻ്റെ കാര്യം പാപ്പ ഓർത്തു. ഉടനെ പാപ്പ വിശുദ്ധ തോമസ് അക്വീനാസിനോട് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനാവശ്യമായ പ്രാർത്ഥനകളും ഗാനങ്ങളും എഴുതാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥനകൾ തയ്യാറാക്കാൻ വിശുദ്ധ തോമസ് അക്വീനാസ് 1 വർഷമെടുത്തു. തുടർന്ന് 1264 ഒരു തിരുവെഴുത്തു വഴി ഉർബൻ 4 പാപ്പ കുർബാനയുടെ തിരുനാൾ കത്തോലിക്കാ സഭയിൽ ആകമാനം ആഘോഷിക്കണമെന്ന് കൽപ്പനയിട്ടു. അന്ന് ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച തിരുവോസ്തിയും തിരുരക്തം വീണ അൾത്താരവിരിയും ഇന്നും ഓർവിയാറ്റോ കത്തീഡ്രലിൽ ആരാധിച്ചു വണങ്ങി വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഭക്തിയിൽ ആഴപ്പെടുവാനും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുവാനും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാൻ തിരുമനസ്സായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യ ഭക്തിയിൽ അനുദിനം വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.